ഇടകൈ ചിമ്മുദ്ര വയ്ക്കാം. ചിമ്മുദ്ര എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വയ്ക്കുന്നത്. നമ്മൾ സൂപ്പർ എന്നൊക്കെ പറയില്ലേ, അതുപോലെ നമ്മളിങ്ങനെ വയ്ക്കുക. ചൂണ്ടുവിരലും തള്ളവിരലും നമ്മൾ ടച്ച് ചെയ്ത് ഇങ്ങനെ വെച്ച് കാലിൻ്റെ തുടയുടെ പുറത്ത് ഇങ്ങനെ വയ്ക്കുക. യോഗയെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കണ്ണടച്ചിരിക്കും. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ടെടുക്കാം. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. നമസ്കാര മുദ്ര എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ. യോഗ ചെയ്യുന്നതിലൂടെ മനസ്സിനും ശരീരത്തിനും ആരോഗ്യം ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കുക. ഇനി വരാൻ പോകുന്ന ജീവിതശൈലി രോഗങ്ങൾ യോഗയിലൂടെ തടഞ്ഞു നിർത്താൻ പ്രാർത്ഥിക്കുക. ചിണ്ടാവും താഴെ താഴ്ത്തുക, താഴെ ഉയർത്തുക. ഉള്ളംകൈ നന്നായിട്ട് കൂട്ടിത്തിരുമേ. ഉള്ളംകൈ നന്നായിട്ട് കൂട്ടിത്തിരുമ. രണ്ട് കൈ കപ്പിയ കണ്ണിൻ്റെ പുറത്ത് വെച്ച് മുഖമൊക്കെ ഒന്ന് സാവധാനം തടവിടും. രണ്ട് കൈ മുന്നിലോട്ട് കൊണ്ടുവരാം. കണ്ണ് ചിമ്മി ചിമ്മി സാവധാനം ഉള്ളംകൈയിലോട്ട് കണ്ണു തുറന്നു. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സുഖമാണോ എല്ലാവർക്കും? എല്ലാവരും ചിരിച്ചേ. ചിരിയൊന്നുമില്ലേ? എല്ലാവരും ഹാപ്പി ആയിട്ടിരുന്നേ. ഓക്കെ, നമ്മൾ 1 മണിക്കൂർ നമുക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. എല്ലാ തിരക്കുകളും മാറ്റിയിട്ട് എനിക്ക് വേണ്ടിയിട്ട്, ഞാൻ എനിക്ക് വേണ്ടി, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ 1 മണിക്കൂർ നമുക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. മറ്റുള്ള ചിന്താഗതികളെല്ലാം മാറ്റി എനിക്ക്, ഞാനും മാത്രം, ഞാനും എൻ്റെ ശ്വാസവും എൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ഹാപ്പി ആയിട്ടിരുന്ന് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ എന്താണ്, എനിക്ക് വേണ്ടിയിട്ടാണെന്ന് നമ്മൾ ഇടയ്ക്കൊക്കെ ചെയ്യുമ്പോൾ കൈയും കാലും വേദനിക്കുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കണം, എനിക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് കുറച്ചും കൂടെ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് എത്ര വയ്യാണ്ടായി കഴിഞ്ഞാൽ വീട്ടിലുള്ള എല്ലാവർക്കും എന്ത് ചെയ്യും, എണീക്കാൻ വയ്യെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, എണീച്ച് ചായ ഇട്ട് കൊടുക്കും, വീട്ടിലുള്ള എല്ലാവരുടെയും കാര്യമൊക്കെ നോക്കും ഇല്ലേ. അപ്പോൾ നമ്മളെന്താണ്, നമ്മുടെ ബോഡി ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് 1 മണിക്കൂർ. അപ്പോൾ ഈ ഒരു സമയം നമ്മുടെ ബോഡിയിൽ എന്തുണ്ടാവും, ചെറിയ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാലും സാരമില്ല. ഇപ്പോഴത്തെ ചെറിയ പെയിൻ നമ്മൾ സഹിക്കുവാണെങ്കിൽ നമുക്ക് ഇനി വരാൻ പോകുന്ന വലിയ പെയിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രതിരോധിച്ച് നിർത്താം. ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ടും ബോഡിയൊക്കെ ഒന്ന് ഫ്ലെക്സിബിൾ ആവാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യും, നമുക്ക് യോഗയിലൂടെ സഹായിക്കും. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരുന്ന് ചെയ്യുക. ഇടയ്ക്ക് അയ്യോ എനിക്ക് വയ്യ, കൈയും കാലൊക്കെ വേദനിക്കുന്നേ, വയ്യ ഇന്നത്തേക്ക് മതി, അങ്ങനെ വിചാരിക്കുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ തന്നെ നമ്മളോട് പറയുക എനിക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. സ്വന്തമായിട്ട് നമ്മളെ എന്ത് ചെയ്യുക, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക, സ്വന്തമായിട്ട് തന്നെ എന്ത് ചെയ്യുക, ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന ബ്രീത്തിങ് എക്സസൈസ് ആണ്. എന്തിനാണ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നത്, നമ്മളിങ്ങനെ ചെയ്യുന്നില്ലേ, ഇതെന്തിനാണ് ചെയ്യുന്നത്? ഒന്ന്, ലങ്സിൻ്റെ കപ്പാസിറ്റി കൂടും, നമ്മുടെ ശ്വാസകോശം നന്നായിട്ട് വികസിക്കാൻ വേണ്ടി സഹായിക്കും. നമ്മൾ എത്രത്തോളം ശ്വാസം ഉള്ളിലോട്ട് എടുക്കുന്നോ അത്രത്തോളം നമ്മുടെ ബോഡിയിൽ ഓക്സിജൻ നിറയും. നമ്മുടെ ബോഡിയിൽ എത്രത്തോളം ഓക്സിജൻ നിറയുന്നോ അത്രത്തോളം നമ്മുടെ ബോഡിയിലെ ആവശ്യമില്ലാത്ത കാർബൺ ഡൈ ഓക്സൈഡൊക്കെ എന്ത് ചെയ്യും, വാഷ് ഔട്ടായിട്ട് പുറത്തു പോകും. നമ്മുടെ ബോഡിയിൽ എത്രത്തോളം ഓക്സിജൻ നിറയുന്നോ അത്രത്തോളം നമുക്ക് നല്ല എനർജിക് ആയിരിക്കും. ഓടിച്ചാടി നടന്ന് ജോലി ചെയ്യേണ്ട നല്ലൊരു ആരോഗ്യം നമ്മളിൽ ഉണ്ടായി വരും. മന്ദത, ഉറക്കമില്ലായ്മ, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഉറക്കം, മടി പിടിച്ചിരിക്കുക ഉണ്ടല്ലോ, ഒരു കോൺഫിഡൻ്റ് ഇല്ല, ഓവർ തിങ്കിങ്, ഇതൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ഇത് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താണ്, നമ്മൾ മൊത്തത്തിൽ ചേഞ്ച് ആവും. അതിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും നമ്മൾ ക്ലാസ്സിൽ ചെയ്യിപ്പിക്കുന്നതാണ് ബ്രീത്തിങ് എക്സസൈസ്. അതുപോലെ ലങ്സിൻ്റെ കപ്പാസിറ്റി കൂട്ടുന്നതോടൊപ്പം തന്നെ ശ്വാസതടസ്സം, ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യും, അതും കൂടി മാറാനായിട്ട് സഹായിക്കും. അപ്പോൾ ഡെയിലി നമ്മൾ ക്ലാസ്സിൽ നിർബന്ധമായിട്ട് ചെയ്യുന്ന കാര്യമാണ് ഈ ബ്രീത്തിങ് എക്സസൈസ്. നമ്മൾ എല്ലാ ദിവസവും ചെയ്യും, അത് എല്ലാ ദിവസവും ചെയ്യണം, ചെയ്താൽ മാത്രമേ നമുക്ക് അതിനുള്ള ഗുണം കിട്ടത്തുള്ളൂ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാമല്ലോ. രണ്ട് കൈ ഇങ്ങനെ വെച്ച് എല്ലാവരും ഹാപ്പി ആയിട്ട് ചിരിച്ചുകൊണ്ടിരുന്ന് ചെയ്ത് ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈ ഓപ്പൺ ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരും. ശ്വാസം എടുത്ത് രണ്ട് കൈ ഓപ്പൺ ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്. റിലാക്സ് ആയിട്ട് കണ്ണടച്ചിരുന്നേ. സാവധാനം കണ്ണുറക്കാം. രണ്ട് കൈ തലയുടെ പുറകിൽ വയ്ക്കുക. ലോക്ക് ചെയ്യേണ്ട, ജസ്റ്റ് വച്ചാൽ മതി. ഇങ്ങനെ
കൈയുടെ മുട്ട് തമ്മിൽ ടച്ച് ചെയ്ത് ശ്വാസം എടുത്തുകൊണ്ട് കൈ ഓപ്പൺ ചെയ്യാം. ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരാം. ശ്വാസം എടുത്ത് കൈ ഓപ്പൺ ചെയ്യാം. ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരാം. എല്ലാവരും ചെയ്തേ. ബ്രീത്തിങ്, ബ്രീത്ത് ബ്രീത്തിങ്, ബ്രീത്ത് ബ്രീത്തിങ്, ബ്രീത്ത് ബ്രീത്തിങ്, ബ്രീത്ത് ബ്രീത്തിങ്, ബ്രീത്ത്. റിലാക്സ് ആയിട്ട് അടച്ചിരിക്കാം. സാവധാനം കണ്ണുറക്കാം. ശ്വാസം എടുത്തുകൊണ്ട് വലത് കൈ ഉയർത്തിയേ. ശ്വാസം എടുത്തുകൊണ്ട് വലത് കൈ ഉയർത്തുക. ചെവിയോട് ചേർത്ത് വെച്ച് ഒന്ന് ലിഫ്റ്റ് ചെയ്യുക. അരക്കെട്ടൊന്ന് മുകളിലോട്ട് ഉയർത്തുക. ഓപ്പോസിറ്റ് സൈഡ് ഒന്ന് സ്ട്രെച്ച് ചെയ്തിരുന്ന റിലാക്സ് ആയിട്ട് 1 2 3 4 5 6. ശ്വാസം എടുത്ത് വരാം. ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരാം. ഇടത് കൈ ശ്വാസം എടുത്ത് ഉയർത്തിയേ. ചെവിയോട് ചേർത്ത് വയ്ക്കുക. ഒന്ന് ലിഫ്റ്റ് ചെയ്യുക. ഈ സൈഡ് ഒന്ന് വലിച്ചു പിടിക്കുക മുകളിലോട്ട്. ഓപ്പോസിറ്റ് സൈഡിലോട്ട് സ്ട്രെച്ച് ചെയ്തിരുന്ന ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. ശ്വാസം എടുത്ത് വരാം. ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരാം. രണ്ട് കൈ പുറകിൽ സപ്പോർട്ട് ചെയ്യുക. കാലൊക്കെ നീട്ടിയിട്ട് എല്ലാവരും കാലൊക്കെ നീട്ടിയിടാം. കാലൊക്കെ ഒന്ന് അനക്കി കൊടുക്കുക. രണ്ട് കാലം ചേർത്ത് വയ്ക്കുക. രണ്ട് കാലം ഒരുമിച്ച് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുക. 1 2 3 4 5 6. രണ്ട് കാലം ഒരുമിച്ച് ചേർത്ത് വയ്ക്കുക. റൊട്ടേറ്റ് ചെയ്യുക. 1 2 3 4 5 6. ഓപ്പോസിറ്റ്. 1 2 3 4 5 6. വിരലുകളൊക്കെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്യുക. റിലീസ് ചെയ്യുക. 1 2 1 2 1 2 1 2 1 2. രണ്ട് കാലം ചേർത്ത് വയ്ക്കുക. മുന്നിലോട്ട് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് വെച്ച് മാക്സിമം നമ്മൾ വെരിക്കോസ് വെയിനൊക്കെ മാറാൻ വേണ്ടി സഹായിക്കും. 1 2 3 4 5 6. പുറകിലോട്ട് മാക്സിമം നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് 1 2 3 4 5 6. സാധാരണ റിലീസ് ചെയ്യുക. രണ്ട് കാലം ഓപ്പൺ ചെയ്യുക. രണ്ട് കൈ പുറകിൽ സപ്പോർട്ട് ചെയ്ത് തല പുറകിലേക്ക് വെച്ചൊന്ന് കണ്ണടച്ചിരുന്നേ. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടാം. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടാം. സാവധാനം തിരിച്ചു വരാം. ശ്വാസം എടുത്തുകൊണ്ട് വലത് കാലം ഉയർത്തിയ പറ്റുന്ന അത്രയും ശ്വാസം എടുത്ത് വലത് കാലം ഉയർത്താം. ശ്വാസം പുറത്തേക്ക് വിട്ട് താഴെ വയ്ക്കും. ശ്വാസം എടുത്ത് ഇടത് കാലം ഉയർത്താം. ശ്വാസം പുറത്തേക്ക് വിട്ട് താഴെ വയ്ക്കും. 1 2. ഓപ്പോസിറ്റ്. 1 2 1 2 1 2. റിലീസ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന കാൽമുട്ട് വേദന മാറേണ്ട എക്സസൈസാണ് ചെയ്യാൻ പോകുന്നത്. ഓരോ കാലും മടക്കുക. ഓരോ കാലും മടക്കി വയറിനോട് നെഞ്ചിനോടൊന്ന് അമർത്തി പിടിച്ചോ. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യുക. ഓപ്പോസിറ്റ് കാല് മടക്കുക. വയറിനോട് നെഞ്ചിനോട് അമർത്തി പിടിച്ച നന്നായിട്ട് ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യുക. ഓക്കെ, ചെയ്യാമല്ലോ. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. റിലാക്സ് ആയിട്ടിരിക്കുക. രണ്ട് കാലം ഓപ്പൺ ചെയ്യുക. രണ്ട് കൈ പുറകിൽ സപ്പോർട്ട് ചെയ്യുക. തല ഒരുപാട് പുറകിലോട്ട് കൊണ്ടുപോകണ്ട. ജസ്റ്റ് ഒന്ന് കഴുത്ത് പുറകിലേക്ക് ചരിച്ച് കണ്ണടച്ചിരിക്കുക. സാവധാനം തിരിച്ചു വരാം. രണ്ട് കാലം ഓപ്പൺ ചെയ്ത് വെച്ചാൽ എല്ലാവരും രണ്ട് കാലം ഓപ്പൺ ചെയ്ത് വയ്ക്കുക. ക്രോസ് ചെയ്ത് ടച്ച് ചെയ്യുക.
കൈ കൊണ്ട് ക്രോസ് ചെയ്ത് ടച്ച് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. ഒരു കൂടെ ചെയ്തേ. 1 2 3 4 5 6 7 8 9 10. റിലാക്സ് ആയിട്ടിരിക്കുക. നമ്മൾ ഒരുപാട് എണ്ണ കൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് സൈഡിലുള്ള ഫാറ്റൊക്കെ കുറയും. ഈ രണ്ട് സൈഡിലുള്ള ഫാറ്റ് കുറയാനും ഈ രണ്ട് സൈഡിൽ അരക്കെട്ട് നല്ല ഷേപ്പ് ആവാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഒറ്റയടിക്കല്ല, ഒരു ഡെയിലി ഒരു 30-40 റൗണ്ടൊക്കെ ചെയ്യണം. പെട്ടെന്ന് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ സൈഡൊക്കെ വേദനിക്കും. അതായത് നമ്മൾ 1-2 ആഴ്ച കുറച്ച് ചെയ്ത് കൂട്ടി കൊണ്ടുവരണം. ഒറ്റയടിക്കല്ല, പ്രാക്ടീസ് ചെയ്ത് എന്ത് ചെയ്യണം, കൂട്ടി കൊണ്ടുവരണം. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന ചക്ക് ജലാസനയാണ് ചെയ്യുന്നത്. 2 കാലം ഓപ്പൺ ചെയ്ത് വെച്ച് പഴയ ആൾക്കാർ ചെയ്തോളൂ, എന്നെ നോക്കണ്ട. 2 കാലം ഓപ്പൺ ചെയ്ത് വെക്കുക. 2 കൈ പുറത്ത് പിടിച്ചോ. അരി ആട്ടുന്ന പോലെ റൊട്ടേറ്റ് ചെയ്യുക. 1 2 3 4 5 6. ഓപ്പോസിറ്റ് ചെയ്തേ. ഓപ്പോസിറ്റ്. 1 2 3 4 5 6. ഗുഡ്. ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. എല്ലാവരും ഓക്കെ ആണോ? ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നവരിങ്ങനെ കാണിച്ച്. പറ്റുന്നുണ്ട്? ഗുഡ്. ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നത് ഹാഫ് ബട്ടർഫ്ലൈ ആണ്. നമ്മുടെ ഇടത് കാലിൻ്റെ തുടയുടെ പുറത്ത് വലത് കാലെടുത്ത് വയ്ക്കുക. ഇടത് കാലിൻ്റെ തുടയുടെ പുറത്ത് വലത് കാലെടുത്ത് വയ്ക്കുക. പറ്റുന്നത് പോലെ. വച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് അനക്കി കൊടുക്കുക. സാധാരണ ഒന്ന് അനക്കി കൊടുത്തേ. 1 2 3 4 5 6 7 8 9 10. സാധാരണ കാല് നീട്ടിയിട്ടോ. റിലാക്സ് ആയിട്ട്. ഇനി ഓപ്പോസിറ്റ് കാലെടുത്ത് വെച്ചേ. ഓപ്പോസിറ്റ് കാലെടുത്ത് വയ്ക്കാം. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തേ. 1 2 3 4 5 6 7 8 9 10. സാധാരണ റിലീസ് ചെയ്യുക. കാലൊക്കെ ഒന്ന് ഇറങ്ങി കൊടുത്ത് 2 കാല് ബട്ടർഫ്ലൈയിലോട്ട് കൊണ്ടുവന്നേ. നട്ടൽ സ്ട്രൈറ്റ് ആക്കി വയ്ക്കുക. കാല് തുടയൊക്കെ ഒരു ചെറിയ പെയിൻ ഉണ്ടാവും. ഇതൊക്കെ ചെയ്യാതിരുന്ന് ചെയ്യുന്നവർക്ക് സാരമില്ല. ചെയ്ത് വരുമ്പോൾ ഓക്കെയാ. ഓക്കെ, നന്നായിട്ടൊന്ന് ഫ്ലൈ ചെയ്യുക. യൂട്രസ് സേവ് ചെയ്യുന്ന പോസ്റ്ററാണ്. മാക്സിമം നന്നായിട്ട് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. സ്പീഡ് കൂട്ടുക. 1 2 3 4 5 6. ഗുഡ്. സ്ലോ ചെയ്ത്. 1 2 3. സ്റ്റോപ്പ് ചെയ്യുക. തല മുകളിലേക്ക് ഉയർത്തി നന്നായിട്ട് ശ്വാസം എടുക്കുക. സാവധാനം മുന്നിലേക്ക് കൈ കൊണ്ട് നടന്ന് മുന്നിലോട്ട് വന്ന് എവിടെയാണോ പറ്റുന്ന അവിടെ വന്നിട്ട് കുനിഞ്ഞിരിക്കുക. ഒരുപാട് മുന്നിലോട്ട് വരേണ്ട, പറ്റുന്ന അത്രയും വന്നാൽ മതി. 1 2 3 4 5 6 7 8 9 10. സാവധാനം അതുപോലെ തന്നെ തിരിച്ച് നടന്ന് വന്നേ. ചെയ്യാതിരുന്ന് ചെയ്യുന്നവർക്ക് അടിവയറിൻ്റെ ഈ ഭാഗമൊക്കെ ഉളുക്ക് വീഴും. അതുകൊണ്ട് കെയർഫുൾ ആയിട്ട് തന്നെ ചെയ്യുക കേട്ടോ. നട്ടലൊക്കെ സ്ട്രൈറ്റ് ആക്കി വയ്ക്കുക. ഒന്ന് ഫ്ലൈ ചെയ്തേ നന്നായിട്ട്. 1 2 3 4 5 6 7 8 9 10. സ്പീഡ് കൂട്ടിയേ. 1 2 3 4 5 6 7 8 9 10. സ്ലോ ചെയ്ത്. 1 2 3. സ്റ്റോപ്പ് ചെയ്ത്. 2 കൈ ഇങ്ങനെ ശ്വാസം എടുത്ത് ഉയർത്തണം. ഉയർത്തിയേ. ലോക്ക് ചെയ്തേ. ബോഡി നന്നായിട്ട് മുകളിലോട്ട് വലിച്ചു പിടിച്ചോ. ഇനി ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ശരീരം ലൂസാക്കിയേ, ഫ്രീ ആക്കിയേ. ഒന്ന് റിലാക്സ് ആയിട്ട് മുന്നിലോട്ട് വന്ന് കുനിഞ്ഞിരിക്കുക. 1 2 3 4 5 6 7 8 9 10. ശ്വാസം എടുത്ത് കൈ ഉയർത്തി ഒന്ന് റിലാക്സ് ആയിട്ട് ഉയർത്തുക. ശ്വാസം പുറത്തേക്ക് വിട്ട്
തിരിച്ചു വരാം. കാലൊക്കെ ഒന്ന് നീട്ടിയിട്ടോളൂ. കാലൊക്കെ ഒന്ന് അനക്കി കൊടുത്തേ. 1 2 3. കാലിൻ്റെ തുടഭാഗമൊക്കെ 1 2 3. ഓക്കെ. ആദ്യം ഒരു ബട്ടർഫ്ലൈ ഒക്കെ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ കാലൊക്കെ അനങ്ങുന്നില്ലായിരിക്കും, ആ സാരമില്ല. ഓക്കെ. അപ്പം ഞാൻ ബട്ടർഫ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയോളൂ. കണ്ടോ? ബട്ടർഫ്ലൈ ചെയ്യുമ്പോൾ കണ്ടോ താഴെ വന്ന് മുട്ടുന്നുണ്ടോ? കാല് താഴെ വന്ന് മുട്ടുന്നുണ്ടോ? ഓക്കെ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ആദ്യമായിട്ട് ഞാൻ യോഗ ക്ലാസ്സിന് പോയപ്പോൾ എൻ്റെ കാലിങ്ങനെയാണ് ഇരുന്നത്. ആദ്യമായിട്ട് ഞാൻ യോഗ ക്ലാസ്സിന് പോയപ്പോൾ എൻ്റെ കാലിങ്ങനെയാണ് ഇരുന്നത്. അപ്പോൾ റെഗുലറായിട്ട് പ്രാക്ടീസ്. അപ്പോൾ നിങ്ങൾ ചില ആൾക്കാർ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലേ? ഫസ്റ്റ് ടൈം ഇങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട. നമ്മൾ റെഗുലറായിട്ട് ചെയ്താണ് എന്തായത്, ഇങ്ങനെ ആയത്. അപ്പോൾ ഡെയിലി ഒരു ദിവസം തന്നെ 3 ലൈവാണ് വരുന്നത്. 3 ലൈവ് എന്ത് ചെയ്യും? ഈ ബട്ടർഫ്ലൈ ഞാൻ ചെയ്യും. അപ്പോൾ ഡെയിലി ഞാൻ എത്ര റൗണ്ടാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ നോക്കുക. എന്തുകൊണ്ടാണ് എൻ്റെ കാല് താഴ്ന്നതെന്ന് മനസ്സിലായത്. ഓക്കെ. അതാണ് വ്യത്യാസം. ഇപ്പം നിങ്ങൾ ചെയ്യുമോ പഠിപ്പിക്കുന്ന ആൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, നമുക്ക് പറ്റുന്നില്ലല്ലോ. മനസ്സിലായി? നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ മാറ്റം എന്ത് ചെയ്യുന്നത് ഉണ്ടാവുന്നത്. ഓക്കെ. ഇപ്പം ചില ആൾക്കാർ കാലിങ്ങനെ ക്രോസ് ചെയ്ത് വയ്ക്കുമല്ലേ. അപ്പം എൻ്റെ കാലെന്ന് പറയുന്നത് കുറച്ച് താഴ്ന്നാണ് ഇരിക്കുന്നുണ്ട്. സാധാരണ ചില ആൾക്കാർ ചുമണം മടച്ചിരിക്കുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലേ, ഇത്രേ വരുള്ളൂ, താഴൂല. ഞാൻ യോഗ ക്ലാസ്സിന് ആദ്യമായിട്ട് പോയപ്പോൾ ഇങ്ങനെയാണ് ഇരുന്നത് എൻ്റെ കാല്. അപ്പോൾ കുറേ സമയം ഇരിക്കുമ്പോൾ തന്നെ ഈ കാലിൻ്റെ തുടയിൽ ഇങ്ങനെ വേദന ഉണ്ടാവും ഭയങ്കരമായിട്ട്. ആ ഒരു പെയിൻ നിങ്ങൾക്കും ഉണ്ടാവും ആദ്യമായിട്ട് വന്നിരിക്കുമ്പോൾ. നമ്മൾ റെഗുലറായിട്ട് ചെയ്താണ് ഇങ്ങനെ ആയി മാറിയതെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നും ഉണ്ടാക്കിയെടുത്തതല്ല. ഒരുപാട് നാളത്തെ പരിശ്രമവും ഹാർഡ് വർക്കും കൊണ്ടൊക്കെയാണ് ഈ കാണുന്ന രീതിയിൽ കാലും കൈയൊക്കെ കുറച്ചെങ്കിലും എന്ത് ചെയ്യുന്നത്, താഴ്ന്നിരിക്കുന്നത്. അപ്പം നിങ്ങളും റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യും, മാറ്റം ഉറപ്പായിട്ടും ഉണ്ടാകും. എല്ലാ ദിവസവും ചെയ്ത് വരുമ്പോൾ താനെ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ബോഡിയിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജാനുഷി വൃക്ഷാസനമാണ് ചെയ്യാൻ പോകുന്നത്. വലത് കാല് നീട്ടിയിടുക, ഇടത് കാല് മടക്കി വലത് കാലിൻ്റെ തുടയിൽ ചവിട്ടി വയ്ക്കും. അച്ചോ ശ്വാസം എടുത്തുകൊണ്ട് കൈ മുകളിലേക്ക് ഉയർത്തുക. ലോക്ക് ചെയ്യുക. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് ശ്വാസം പുറത്തേക്ക് വിട്ട് വലത് കാലിൻ്റെ എവിടെ പറ്റുന്നോ അവിടെ പിടിച്ചോ. ഒന്ന് റിലാക്സ് ആയിട്ട് കുനിഞ്ഞിരിക്കുക. ഗുഡ്. സ്റ്റേ. 1 2 3 4 5 6. ശ്വാസം എടുത്ത് കൈ ഉയർത്തുക. ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരാം. കാല് നീട്ടിയിട്ട് ഓപ്പോസിറ്റ്. ഇടത് കാല് നീട്ടിയിടുക, വലത് കാല് മടക്കി ഇടത് കാലിന് തുടയിൽ ചവിട്ടി വയ്ക്കുക. അച്ഛോ ശ്വാസം എടുത്ത് കൈ ഉയർത്ത് ലോക്ക് ചെയ്യുക. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് ശ്വാസം പുറത്തേക്ക് വിട്ട് ഇടത് കാലിൻ്റെ എവിടെ പറ്റുന്നോ അവിടെ പിടിച്ചോ. ഒന്ന് റിലാക്സ് ആയിട്ടിരുന്ന് ബലം പിടിക്കരുത്, റിലാക്സ് ആയിട്ടിരിക്കുക. 1 2 3 4 5 6. ശ്വാസം എടുത്ത് കൈ ഉയർത്തി റിലാക്സ് ആയിട്ട് കൈ ഉയർത്താം. ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരാം. ഓക്കെ. എനിക്ക് ഇവിടെ ചെയ്യാം. ഓക്കെ ആണോ എല്ലാവരും? എനിക്ക് ഇവിടെ ചെയ്യാം കുഴപ്പമില്ല. ഓക്കെ ആണെന്നുള്ളൊരു കൈ നോക്കിയേ. കൈയൊന്നും കാണാനില്ല. ഓക്കെ. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരിക്കൽ കൂടി ചെയ്യാം. വലത് കാലം നീട്ടിയിടാം, ഇടത് കാലം മടക്കി വലത് കാലിൻ്റെ തുടയിൽ ചവിട്ടി വയ്ക്കും. ശ്വാസം എടുത്ത് കൈ ഉയർത്ത ലോക്ക് ചെയ്യുക. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിട്ട് വലത് കാലിൻ്റെ എവിടെ പറ്റുന്ന ബലം കൊടുക്കരുത്. ഒന്ന് റിലാക്സ് ആയിട്ട് പോയി പിടിച്ച്. ഗുഡ്. സ്റ്റേ. 1 2 3 4 5 6. ശ്വാസം എടുത്ത് കൈ ഉയർത്തിയ ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യുക. ഓപ്പോസിറ്റ്. ഇടത് കാലം നീട്ടിയിടാം, വലത് കാലം മടക്കി ഇടത് കാലം തുടയിൽ ചവിട്ടി വെച്ച്. ഗുഡ്. ശ്വാസം എടുത്ത് കൈ ഉയർത്തുക, ലോക്ക് ചെയ്ത് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിട്ട് ഇടത് കാലം ടച്ച് ചെയ്ത് കുനിഞ്ഞിരുന്നത്. ഗുഡ്. സ്റ്റേ. 1 2 3 4 5 6. സാവധാനം ശ്വാസം എടുത്ത് കൈ ഉയർത്തി ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരാം. എല്ലാവരും ഒന്ന് റിലാക്സ് ആയിട്ടിരുന്ന് 2 കാലം ഓപ്പൺ ചെയ്യുക. 2 കൈ പുറകിൽ സപ്പോർട്ട് ചെയ്യുക. തല പുറകിലേക്ക് വെച്ച് കണ്ണടച്ചിരിക്കുക. നിങ്ങളുടെ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നത് പുറത്തേക്ക് ഇടുന്നത് ശ്രദ്ധിക്കുക. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. കണ്ണടച്ചിരുന്നേ. സാവധാനം പുറത്തേക്ക് വിടാം. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടാം. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പശ്ചിമോത്താനാസനയാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നല്ല ഊർജ്ജം, ഉന്മേഷം ഒക്കെ കിട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഫേസിന് നല്ല ഗ്ലോ കിട്ടും. അതായത് നമ്മൾ മുന്നിലോട്ട് കുനിയുന്നതുകൊണ്ട് ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ഫേസിലോട്ടാണ് വരുന്നത്. മടി, ഉറക്ക, ക്ഷീണം അങ്ങനെയൊക്കെ ഒരു മടി പിടിച്ചിരിക്കുക, ജോലി ചെയ്യാനൊക്കെ ഒരു ഉന്മേഷക്കുറവൊക്കെ ഉള്ളവർക്ക് എന്താണ് നല്ലൊരു ഉന്മേഷമൊക്കെ ഉണ്ടാവും ഈ ഒരു
പോസ്റ്റർ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്താൽ നട്ടലിന് നല്ല മെയ് വഴക്കം ഉണ്ടാകും. നമ്മുടെ പുറകുവശമൊക്കെ നല്ല സ്ട്രെച്ച് ആവാനൊക്കെ സഹായിക്കും. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. 2 കാല് ചേർത്ത് വയ്ക്കുക. 2 കൈ 2 സൈഡിലോട്ട് വെച്ചോ. ഇനി ഒരു സ്റ്റെപ്പ് ഒന്ന് കെയർ ചെയ്യുന്ന പുറകിലോട്ട്. നമ്മുടെ നട്ടൽ സ്ട്രെയിറ്റ് ആവോ? ആയോ? ശ്വാസം എടുത്തുകൊണ്ട് കൈ മുകളിലേക്ക് ഉയർത്താം. ലോക്ക് ചെയ്ത് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിട്ട് മുന്നിലോട്ട് വന്ന് കാലിൻ്റെ എവിടെ പറ്റുന്ന അവിടെ പിടിച്ചിട്ട് കുനിഞ്ഞിരിക്കുക. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. ശ്വാസം എടുത്ത് കൈ ഉയർത്തുക. ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരാം. അടുത്ത് നമ്മൾ ചെയ്യുന്ന പൂർവ്വ ഉത്താനാസനയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കൗണ്ടർ പോസ്റ്ററാണ്. 2 കൈ പുറകിൽ സപ്പോർട്ട് ചെയ്യുക. 2 കാല് മടക്കി കുത്തി വെച്ച് കൈക്ക് ബലം കാലിന് ബലം കൊടുത്തോ. സാവധാനം അരക്കെട്ട് മുകളിലോട്ട് ഉയർത്തി നിൽക്കുക. പറ്റുന്നത് പോലെ. 1 2 3 4 5 6. സാവധാനം ഇരുന്നോളൂ. റിലാക്സായിട്ട് ഇരിക്കുക. ഓക്കെ, നമ്മൾ എന്തിനാണ് ഇത് ചെയ്തതെന്ന് അറിയോ? നമ്മുടെ എന്ത് ചെയ്തു? നമ്മൾ മുന്നിലോട്ട് കുനിഞ്ഞപ്പോൾ നമ്മുടെ നടുവ് എന്ത് ചെയ്തു? നമ്മുടെ നട്ടൽ ഫ്രണ്ടിലോട്ട് സ്ട്രെച്ചായി ഇല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇത് ചെയ്തിട്ട് എണീച്ച് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ കൗണ്ടർ പോസ്റ്റർ നമ്മൾ ചെയ്യാതെ എണീച്ച് പോയി കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ നടുവിന് പ്രശ്നങ്ങളുണ്ടാകും. നമ്മളിങ്ങനെ ചെയ്തതിന് ശേഷം നമ്മുടെ നടുവിനെ മുന്നിലോട്ട് എന്ത് ചെയ്ത് വളച്ചു വെച്ചല്ലേ? ഈ വളച്ചു വെച്ചിരിക്കുന്ന നടുവിനെ എന്ത് ചെയ്യും? ഈ പൂർവ്വ ഉത്താനാസനം ചെയ്യുമ്പോൾ നമ്മുടെ നട്ടൽ എന്ത് ചെയ്യും? വീണ്ടും പഴയ സ്ഥിതിയിലോട്ടാവും. അതാണ് ചെയ്യുന്നത്. കൈക്കും കാലിനും ബലം കൊടുത്ത് നന്നായിട്ട് എന്ത് ചെയ്യും? ഉയർന്ന് നിൽക്കുമ്പോൾ നമ്മൾ മുന്നിലോട്ട് വളച്ച നടുവ് എന്ത് ചെയ്യും? സ്ട്രെയിറ്റ് ആവും. അതിനാണ് ആ ഒരു പോസ്റ്റർ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് യൂട്യൂബിൽ കണ്ടിട്ട് നേരിട്ടൊന്നും യോഗ ചെയ്യാൻ പാടില്ല. ഒരു ട്രെയിനറുടെ കീഴിൽ മാത്രമേ യോഗ ചെയ്യാവൂ എന്ന് പറയുന്നു. നമ്മളെന്ന് പറയുന്നത് യൂട്യൂബിൽ ആരെങ്കിലും ഒക്കെ ഇട്ടിരിക്കുന്ന എവിടെന്നെങ്കിലും കുറച്ച് കണ്ട് ചെയ്തിട്ട് അവിടെ കളഞ്ഞിട്ട് പോകും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. ഇപ്പം എല്ലാവരും ചെയ്യുന്ന തെറ്റാണ്. അങ്ങനെയല്ല പറഞ്ഞത്. ഒരു ട്രെയിനറുടെ കീഴിലാകുമ്പോൾ അവരുടെ രോഗങ്ങൾ മാറ്റി കൊടുക്കും. അതായത് നിങ്ങൾക്ക് ഇപ്പം എന്താണ് നിങ്ങളുടെ പ്രശ്നം? നിങ്ങളുടെ ബോഡി വീക്കാണോ? നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ബോഡിയാണോ? നിങ്ങൾക്ക് ആരോഗ്യമുള്ള ബോഡിയാണോ എന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യും? അതനുസരിച്ച് പഠിപ്പിക്കും. ഇപ്പോൾ ബിഗിനേഴ്സ് സ്റ്റേജാണ് നിങ്ങൾ. അതുകൊണ്ടാണ് നിർത്തി പഠിപ്പിക്കുന്നത്. നമ്മുടെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നതെന്ന് പറയുന്നത് ഇങ്ങനെയല്ല. ഇങ്ങനെ നിന്നിട്ടൊക്കെ തന്നെ സ്റ്റുഡൻസ് ഇങ്ങനെ നിന്നിട്ട് ഇതിനെ കാലുയർത്തി 10 വരെ എണ്ണുന്നവരെ നിൽക്കും. ഇങ്ങനെയൊക്കെ നിൽക്കും. അതായത് നമ്മുടെ സ്റ്റുഡൻസ് 1 മാസമൊക്കെ കഴിയുമ്പോൾ അവർ നിങ്ങളും 1 മാസം കഴിയുമ്പോൾ ഇങ്ങനെയായി മാറും. മനസ്സിലായില്ലേ? റെഗുലറായിട്ട് പ്രാക്ടീസ്. ഇപ്പം നമ്മൾ എത്രയാണ്? 6 വരെയാണ് എണ്ണിയത്. ഇപ്പം ചില ആൾക്കാർ കൈ ഇങ്ങനെ ഷിവർ ചെയ്യും, കൈ വിറയ്ക്കും. എന്തുകൊണ്ടാണ്? കൈക്ക് ബലമില്ല, സ്ട്രെങ്ത് കുറവായതുകൊണ്ടാണ് ഷിവർ ചെയ്യുന്നത്. ഇപ്പോൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നല്ല എനർജി ഉണ്ടാകും. എനർജി ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഈ ഒരു ലെവലിലോട്ട് നിങ്ങൾ മാറും. മനസ്സിലായില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച് നല്ല രീതിയിലുള്ള മാറ്റം ഉറപ്പായിട്ട് 100 അല്ല 1000% മാറ്റം ഉണ്ടാകും. ഓക്കെ, സാധാരണ തിരിച്ചു വരാം. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന കണ്ണിൻ്റെ എക്സസൈസാണ് ചെയ്യാൻ പോകുന്നത്. കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടുന്നതിനുള്ള എക്സസൈസാണ് ചെയ്യാൻ പോകുന്നത്. കണ്ണ് നന്നായിട്ട് തുറന്നു വയ്ക്കുക. തുറന്നു വെച്ചോ. കണ്ണിൻ്റെ കൃഷ്ണമണി വലത്തോട്ട് ഇടത്തോട്ട് ചലിപ്പിക്കുക. 1 2 1 2 1 2 1 2. വലത് സൈഡിലോട്ട് നോക്കിയേ. അങ്ങനെ അനങ്ങാതിരുന്നേ. 1 2 3 4. ഇടത് സൈഡിലോട്ട് നോക്കിയേ. ഹോൾഡ് ചെയ്യുക. 1 2 3 4. സെൻറ്റർ. കണ്ണടയ്ക്കുക. ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. സാവധാനം കണ്ണു തുറക്കുക. ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്ന മുകളിലേക്ക് താഴേക്ക് നോക്കുക. 1 2 1 2 1 2 1 2 1 2 1 2. ഒന്ന് റിലാക്സ് ആയിട്ട് കണ്ണടയ്ക്കുക. സാവധാനം കണ്ണു തുറക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കൈ ഇങ്ങനെ കോർത്ത് പിടിച്ച്. കൈ കോർത്ത് പിടിച്ചോ. കൈ കോർത്ത് പിടിച്ച് നമ്മുടെ ഈ തള്ള വിരലുണ്ടല്ലോ, തള്ള വിരൽ മാത്രം ഉയർത്തി വയ്ക്കുക. ഉയർത്തി വെച്ചോ. വച്ചിട്ട് നമ്മുടെ ഈ ഒരു മൂക്കിൻ്റെ ഒരു പാലം ഉണ്ടല്ലോ ഇവിടെ പിടിക്കുക. കണ്ണിൻ്റെ പിടിച്ചോ. പിടിച്ചതിന് ശേഷം നമ്മുടെ നേരെ കൊണ്ടുപോകാം. സ്ട്രെയിറ്റ് ആയിട്ട് കുറച്ച് അകലെ കണ്ണിന് നേരെ കൊണ്ടുവന്നോ. ഇനി കണ്ണ് നന്നായിട്ട് ഉരുട്ടിയേ. 2 കൈ കോർത്ത് പിടിച്ചേ. കോർത്ത് പിടിച്ചിട്ട് കോർത്ത് പിടിച്ച് മുന്നിലോട്ട് കൊണ്ടുവരും. നഖത്തിലേക്ക് നോക്കുക. കണ്ണ് നന്നായിട്ട് ഉരുട്ടി നോക്കുക. 1 2 3 4 5 6 7 8 9 10. സാധാരണ അടുത്തോട്ട് കൊണ്ടുവന്ന്
ഇനി നന്നായിട്ട് കണ്ണു തുറന്ന് ഇതിലോട്ട് തന്നെ നോക്കിയ സൂക്ഷിച്ച് 1 2 3 4 5 6 7 8 9 10. സാധാരണ റിലീസ് ചെയ്യുക. കണ്ണടച്ച് ഉള്ളം കൈ നന്നായിട്ട് കൂട്ടിത്തരുമ്പോൾ ചെറിയൊരു ചൂട് വരുന്ന രീതിയിൽ നന്നായിട്ട് കൂട്ടിത്തരുമ്പോൾ നന്നായിട്ട് 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 2 കൈ കപ്പ് ചെയ്യുക. കണ്ണിൻ്റെ പുറത്ത് വയ്ക്കും. ഒന്ന് റിലാക്സ് ആയിട്ട് കണ്ണിൻ്റെ പുറത്ത് തന്നെ വെച്ചിരിക്കുക. സാവധാനം മുഖമൊക്കെ സാവധാനം തടവിയെടുക്കും. സാവധാനം തിരിച്ചു വരും. ഓക്കെ, നമ്മൾ കപ്പ് ചെയ്ത് പിടിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കൈയുടെ കുഴിയുണ്ടല്ലോ, ഈ ഒരു ഭാഗം കണ്ണിൻ്റെ പുറത്ത് വരും. നമ്മുടെ ഈ രണ്ടാമത്തെ ലൈൻ ഉണ്ടല്ലോ, നമ്മുടെ നടുക്കത്തെ ലൈൻ, ഈ ലൈനിൻ്റെ ഭാഗം പുരികത്തി വരും. അങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ കപ്പ് ചെയ്ത് വരുമ്പോൾ ഈ ഒരു കുഴിഞ്ഞ ഭാഗം കണ്ണാറ്റ് വരും. പുരികത്തിൽ ഈ ഒരു രണ്ടാമത്തെ ലൈൻ വരും കൈയുടെ. അങ്ങനെയാണ് വയ്ക്കുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ ചെയ്യുന്ന കഴുത്തിൻ്റെ എക്സസൈസാണ് ചെയ്യാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ശ്വാസം എടുത്തുകൊണ്ട് കഴുത്ത് പുറകിലേക്ക് കൊണ്ടുപോവുക. ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരാം. ശ്വാസം എടുത്ത് കഴുത്ത് പുറകിലേക്ക് കൊണ്ടുവരാം. ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരാം. അപ്പ് ഡൗൺ, അപ്പ് ഡൗൺ, up, down, up, down, up, down, center, side looking, other side look 1, center, 2, center, 1, center, 2, സെൻറ്റർ. സാധാരണ റിലീസ് ചെയ്യുക. കഴുത്തിനൊന്ന് ചരിച്ചു കൊടുക്കുക. 1, സെൻറ്റർ, 2, സെൻറ്റർ, 1, സെൻറ്റർ, 2, സെൻറ്റർ. സാധാരണ റിലീസ് ചെയ്യുക. 2 കൈ ഇങ്ങനെ വെച്ച് ബ്രസ്റ്റിൽ ക്യാൻസർ ഒന്നും വരാതിരിക്കേണ്ട എക്സസൈസാണ്. നന്നായിട്ട് ഓപ്പൺ ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. ഒരിക്കലും ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഒന്ന് റിലീസ് ചെയ്യുക. ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. കാലൊക്കെ വേദനിക്കുന്നവർ ഇടയ്ക്കിടയ്ക്ക് നീട്ടിയിട്ടിരുന്നോളൂ കേട്ടോ. ഞാൻ ഇരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കുറച്ച് നേരം നീട്ടിയോ ചാരിയോ ഒക്കെ ഇരുന്ന് ചെയ്താൽ മതി. അതായത് റെഗുലർ എന്നും ചെയ്യുമ്പോഴേ കാലും കൈയൊക്കെ എന്ത് ചെയ്യുള്ളൂ, ഇങ്ങനെ ഇരിക്കുകയുള്ളൂ. ഇങ്ങനെ നിങ്ങൾ കാല് നീട്ടിയിരുന്നെന്ന് പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് കാല് മടക്കി വെക്കണം, ഇടയ്ക്കിടയ്ക്ക് നീട്ടിയിടണം. അങ്ങനെ ചെയ്ത് വരുമ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഇരിക്കാനായിട്ട് പറ്റും. ഓക്കെ, നമ്മളിങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ റെഗുലർ എന്നും ഇരുന്നിരുന്ന് ഇങ്ങനെ ആയി. അപ്പോൾ നമുക്ക് പെയിനൊന്നുമില്ല, റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുപോലെ നിങ്ങളും റെഗുലറായിട്ട് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാവും ഉറപ്പായിട്ട്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാനും ആദ്യമായിട്ട് യോഗ ക്ലാസ്സിൽ പോയപ്പോൾ ഇരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലോട്ട് മാറിയത് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്താണ് ഇങ്ങനെ മാറ്റം ഉണ്ടായത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുമല്ലോ നമുക്ക് ആർക്കായാലും എന്ത് ചെയ്യാൻ പറ്റും, മാറ്റങ്ങൾ നമ്മൾ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും. ഉറപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ശ്രമിക്കണം, എന്നാൽ മാത്രമേ പറ്റുള്ളൂ. 2 കൈ മുന്നിലോട്ട് കൊണ്ടുവരാം. 1 2 3 4 5 6. കൈ തിരിച്ചു പിടിച്ചേ, കൈപ്പത്തി. 1 2 3 4 5 6. കൈ നന്നായിട്ട് മുറുക്കി പിടിക്കുക, റൊട്ടേറ്റ് ചെയ്യുക. 1 2 3 4 5 6. ഓപ്പോസിറ്റ്. 1 2 3 4 5 6. വിരലുകളൊക്കെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക. 1 2 1 2 1 2 1 2. റിലീസ് ചെയ്യുക. 2 കൈ മുകളിലേക്ക് ഉയർത്തിയ. 1 2 3 4 5 6 7 8 9 10. ഒന്ന് റിലീസ് ചെയ്യുക. റിലാക്സ് ആയിട്ട് കണ്ണടച്ചിരിക്കാം. സാധാരണ കണ്ണുറക്കുക. ഓക്കെ, അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇയർ ബാലൻസിൻ്റെ ബുദ്ധിമുട്ട്. തലയിറക്കമുള്ളവർ ചെയ്യരുത്, തലയിറക്കമുള്ളവർ ചെയ്യേണ്ട. അല്ലാത്ത തലയിറക്കമോ ക്ഷീണോ എന്തെങ്കിലുമൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ചെയ്യേണ്ട, ബാക്കിയുള്ളവർ മാത്രം ചെയ്താൽ മതി. 2 കൈ കാലിൻ്റെ തുടയിലോ കാലിൻ്റെ മുട്ടിലോ പിടിക്കുക. റൊട്ടേറ്റ് ചെയ്യണം. 1 2 3 4
Okay, opposite. 1, 2, 3, 4. ഓക്കെ, ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കാം. ഒന്ന് കണ്ണടച്ചിരുന്ന എല്ലാവരും ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കാം. ഓക്കെ, അടുത്ത് എല്ലാവരും ഒന്ന് കാലൊക്കെ നീട്ടി ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുക. നമ്മുടെ യോഗ ക്ലാസ്സിന് സ്ഥിരമായിട്ട് വരുന്ന ഒരാൾ അവരുടെ അനുഭവം ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സുധാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആൾ യോഗ ചെയ്തപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചുരുക്കി ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പറഞ്ഞോളൂ. ബാക്കിയുള്ളവരൊക്കെ റിലാക്സ് ആയിട്ട് കാലൊക്കെ നീട്ടിയിട്ടിരുന്നോളൂ. കുറച്ച് സമയം എല്ലാവരും റെസ്റ്റ് എടുത്തോളൂ. റിലാക്സ് ആയിട്ടിരിക്കും. നമസ്കാരം. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. എനിക്ക് കാലിന് നല്ല വേദന ഉണ്ടായിരുന്നു, അതായത് കാലിന്റെ മുട്ടിന് നല്ല വേദന ഉണ്ടായിരുന്നു. യോഗ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അതിന് നല്ല മാറ്റമുണ്ട്. നല്ല മാറ്റം ഉണ്ടെന്നല്ല, ഇപ്പൊ വേദന ഒട്ടും തന്നെ ഇല്ല. അപ്പൊ കുറച്ചു ദിവസം ഞാനിപ്പോ ചെയ്യാതിരുന്നപ്പോ ചെറിയ വേദന ഉണ്ടായി. വീണ്ടും യോഗ ചെയ്തപ്പോൾ എനിക്ക് ആ വേദന മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ കണ്ണിന് എനിക്ക് ഷുഗറിന്റെ പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് കണ്ണിന് നല്ല മങ്ങലുണ്ടായിരുന്നു. ചെറിയ അക്ഷരമൊന്നും എനിക്ക് വായിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പൊ എനിക്ക് ചെറിയ അക്ഷരം വായിക്കാൻ പറ്റുന്നുണ്ട്. അത് യോഗ കൊണ്ട് വന്നതാണെന്നുള്ളതാണ് എന്റെ പൂർണ്ണ വിശ്വാസം. അതേപോലെ തന്നെ എനിക്ക് ഉറക്കമൊന്നും പറയുന്നില്ലായിരുന്നു. കുറെ വർഷങ്ങളായി എനിക്ക് 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ആയിരുന്നു എന്റെ ഉറക്കം. ഇപ്പൊ എനിക്ക് നല്ല ഉറക്കം കിട്ടുന്നുണ്ടെന്നുള്ളതും ഒരു സത്യമായ കാര്യമാണ്. ഇത് വെറുതെ പറയുന്നല്ല, ഇതെന്റെ അനുഭവമാണ്. ഇങ്ങനെ ഉള്ള നല്ല നല്ല മാറ്റങ്ങളുണ്ട്. കാലിനൊക്കെ ഭയങ്കര, കുറച്ച് നടന്നു കഴിയുമ്പോൾ കാലിനൊക്കെ ഭയങ്കര വേദനയും നീരും ഒക്കെ വരുമായിരുന്നു. ഇപ്പൊ എത്ര നടന്നാലും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. അങ്ങനെയൊക്കെയുള്ള നല്ല അനുഭവങ്ങൾ എന്റെ ശരീരത്തിന് ഉണ്ടായിട്ടുണ്ട്. നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് യോഗവും. അതുകൊണ്ട് എല്ലാവരും യോഗ ചെയ്ത് ചെറിയ ചെറിയ മാറ്റങ്ങൾ പരിചിതമാകും എന്നുള്ളതല്ല, ഒരു 60% മാറിക്കിട്ടുകഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടു ജോലിയൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എന്റെ അനുഭവത്തിലുള്ളത്. മസിൽ പിടുത്തം ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് മസിൽ പിടിക്കുന്നില്ല. കുറച്ച് നടന്നു കഴിഞ്ഞാലൊക്കെ അന്ന് രാത്രി എന്റെ കാലിൽ നല്ല മസിൽ പിടുത്തം ഉണ്ടായിരുന്നു. ഇപ്പൊ ആ മസിൽ പിടുത്തം ഇല്ല. അങ്ങനെയൊക്കെ ശരീരത്തിന് നല്ല 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 മാറ്റങ്ങളുണ്ട്. ഓക്കെ, ഗുഡ്. ഓക്കെ, നമ്മുടെ സ്റ്റുഡൻ്റ് ആണ്. ഗുജറാത്തിലാണ് ആൾ താമസിക്കുന്നത് കേട്ടോ. ഗുജറാത്തിലാണ് താമസിക്കുന്നത്. ഞാനിവിടെ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. അപ്പം നമ്മൾ തമ്മിൽ അറിയാമല്ലോ, നമ്മൾ പറഞ്ഞൊന്നും പറയിപ്പിക്കുന്നതല്ല. ഞാനിവിടെ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. നമ്മൾ ഓൺലൈൻ വഴി പഠിപ്പിക്കുന്ന ഒരു ബന്ധം മാത്രമേ ഉള്ളൂ. ഓർമ്മയില്ല. ഇപ്പൊ ഫേസ്ബുക്കിൽ കൂടിയാണോ അങ്ങനെയാണ്. ഇപ്പൊ ഈ മേഖല എവിടെയാണോ താമസിക്കുന്നത്, എവിടെ വീടൊന്നും എനിക്ക് ഇപ്പോഴും അറിയില്ല. ഞാൻ ഗുജറാത്തിലാണ്. ഇയാളെ ഗുജറാത്തിലാണ് താമസിക്കുന്നത്. ഇതുപോലെ പരസ്യം കണ്ട് നിങ്ങളെ പോലെ വന്ന ആളാണ്. ഇപ്പം റെഗുലറായിട്ട് ക്ലാസ്സിന് വരും. വയ്യാതെ പനിയായിട്ട് കിടന്നാലും എണീച്ച് വന്നിരിക്കുന്നതാണ്. എന്നിട്ട് പറയാം എനിക്ക് പനിയാണ്, ഞാൻ കുറച്ചേ ചെയ്യുള്ളൂ എന്ന്. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഇത്രയും മാറ്റം വരുന്നത്. നമ്മുടെ സ്റ്റുഡൻസ് തന്നെ ചില ആൾക്കാരുണ്ട്, ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാസമേ വരുവുള്ളൂ. ഓക്കെ, ഫീസ് അടച്ചിട്ട് പിന്നെ കാണൂല. അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും മാറ്റം ഉണ്ടാവില്ല. റെഗുലറായിട്ട് വരുന്നവർക്ക് എന്ന് പറഞ്ഞ് പനിയായിട്ട് എണീക്കാൻ വയ്യെങ്കിൽ എണീച്ചിരുന്ന് യോഗ ചെയ്യണമെന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മുടെ ബോഡി നമ്മളോട് റെസ്റ്റ് ചോദിക്കുമ്പോൾ റെസ്റ്റ് കൊടുക്കുക, അത് ഓക്കെയാണ്. പിന്നെ ഇയാളെന്ന് പറയുന്നത് വയ്യാണ്ടായാലും വരും. കാരണം അയാൾക്കറിയാം കുറച്ചൊക്കെ ചെയ്തിട്ട് മിണ്ടാതിരിക്കാനൊക്കെ അറിയാം. ഒന്ന് വയ്യാണ്ടായി കഴിഞ്ഞാൽ എണീച്ച് പോവും, ലെഫ്റ്റായിട്ട് പോവും. സ്വന്തം ശരീരം നോക്കാൻ അറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ ഓവറായിട്ട് എന്ത് ചെയ്യും, ആരോഗ്യ പ്രശ്നം ഉള്ളപ്പോൾ ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. ഓക്കെ, നമ്മൾ പീരീഡ് സമയത്ത് വരെ യോഗ ചെയ്യേണ്ട റെക്കോർഡ് ക്ലാസ് വരെ ചെയ്തു വെച്ചിട്ടുണ്ട്. പീരീഡ് സമയത്ത് ചെയ്യേണ്ടത് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നോമ്പ് സമയത്തുള്ള പ്രത്യേക റെക്കോർഡ് ക്ലാസ് ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും ഫുൾ സപ്പോർട്ട് ചെയ്യുവാണ്. അപ്പം നോമ്പെന്ന് പറയുന്നത് 5 6 പേരോ ചിലപ്പോൾ 4 5 പേരേ ഉള്ളൂ നോമ്പുള്ളത്. അവർക്ക് വേണ്ടി പ്രത്യേകം ഞാൻ ഒറ്റയ്ക്കിരുന്ന് 10 മണി തൊട്ട് 11 മണി വരെയൊക്കെ എന്ത് ചെയ്യും, ഒറ്റയ്ക്കിരുന്ന് സ്വന്തമായിട്ട് സംസാരിച്ച് സ്വന്തമായിട്ട് റെക്കോർഡ് ചെയ്താണ് എന്ത് ചെയ്യുന്നത്, അവർക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ 5 6 പേരാണ്. അവർ നോമ്പല്ലേ, അവർ പോണെങ്കിൽ പോട്ടെന്ന് എനിക്ക് വെച്ചുകൂടെ. അപ്പം നമ്മൾ എന്താണ്, വരുന്ന ആൾക്കാർ അത്രയും യോഗ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുകയാണ്. താല്പര്യമില്ലാത്തവർ പോട്ടെ. പക്ഷേ അവർ എന്നെ ഇങ്ങോട്ട് ചോദിച്ചു, 1 2 പേര് ചോദിച്ചു നോമ്പ് സമയത്ത് എന്ത് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഇങ്ങനൊരു കാര്യം പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം. എന്നിങ്ങനെ ലവിൻ്റെ സിമ്പലൊക്കെ അയക്കും, ചാൻസ് ഒക്കെ പറയും. നോമ്പൊക്കെ എടുത്തപ്പോൾ അവർക്ക് നല്ല എനർജിക്കാണ്, ഹാപ്പിയാണെന്നൊക്കെ പറയുന്നുണ്ട് അവർ.
അത്രയ്ക്ക് റിലാക്സ് ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ചോദിച്ചറിയാം, ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ ഇടും ഫീഡ്ബാക്ക് നോമ്പ് സമയത്ത്. ഇങ്ങനെയൊന്നും ആരും ചെയ്തു കൊടുക്കില്ല. കാരണം ഈ 300 രൂപ ഫീസിൽ ഞാൻ ഇതിൻ്റെയൊക്കെ തിരക്കുകളുടെ ഇടയിലാണ് വീണ്ടും 1 മണിക്കൂർ എനിക്ക് വേണ്ടി, അതേ മുന്നിൽ ആരുമില്ല, ഫോൺ വെച്ചിട്ട് ഞാൻ ഷൂട്ട് ചെയ്യുവാണ് സ്വന്തമായിട്ടിരുന്ന്. നോമ്പ് ചെയ്യുന്ന ഒരാളെൻ്റെ ഫ്രണ്ട് ഇരിക്കുന്നതായിട്ട് ഞാൻ സങ്കല്പിച്ച് ഞാൻ ഒരു 45 മിനിറ്റ് എന്ത് ചെയ്യുകയാണ്, റെക്കോർഡ് ചെയ്ത് എടുക്കുവാണ്. ഓക്കെ, അങ്ങനെ റെക്കോർഡ് ചെയ്ത് എടുത്തിട്ടാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് ആ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് നല്ല എനർജിക്കാണ്, ചെയ്യാൻ പറ്റുന്നുണ്ട്, ഹാപ്പിയാണ്. അവർക്ക് നോമ്പായതുകൊണ്ട് യോഗ ചെയ്യാൻ പറ്റില്ലെന്ന് വിഷമം മാറ്റി തന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുന്നു, യോഗ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും എന്ത് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ എല്ലാവരോടും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് റെഗുലർ ആക്റ്റീവ്. എല്ലാ ദിവസവും ക്ലാസ്സിന് നമ്മൾ ചെയ്താൽ മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ. പീരീഡ് സമയത്തുള്ള പെയിനൊക്കെ കുറയും. ഒരു 3-4 മാസം ആകുമ്പോൾ പീരീഡ് സമയത്ത് വയറുവേദനയെ ഇല്ലാതാവും. ആ രീതിയിലോട്ട് മാറും യോഗ ചെയ്താൽ. ഞാൻ ഇങ്ങനെ ഓരോരോ വീഡിയോസൊക്കെ കാണാറുണ്ട്. ഇന്ന വെള്ളം കലക്കി കുടിച്ചാൽ പീരീഡ് സമയത്ത് പെയിൻ കുറയും, ഇന്ന മരുന്ന് കഴിച്ചാൽ കുറയും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അതിൻ്റെ അടിയിലിടും, യോഗ ചെയ്താൽ മതി 100% റിസൾട്ട് ഉണ്ടാകുന്നത്. പക്ഷെ ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ചെയ്തു നോക്കിയാലേ അറിയാൻ പറ്റും, ഇല്ലേ? അപ്പോൾ നമ്മളെ സ്റ്റുഡൻസിന് ഒരാൾക്കെന്ന് പറയുന്നത് 45-50 വയസ്സായി, എത്രയോ വർഷം കൊണ്ട് ബ്രസ്റ്റിൽ പെയിനാണ്. ഈ പീരീഡ് സമയത്ത് ബ്രസ്റ്റിൽ പെയിനാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ഫീഡ് ചെയ്യുന്ന ഒരു അമ്മ അറിയാലോ, ഫീഡ് ചെയ്യാതിരിക്കുമ്പോൾ ഒരു പെയിൻ അറിയാലോ, സഹിക്കാൻ പറ്റില്ല. എല്ലാ അമ്മമാർക്കും അറിയില്ല, ആ ഒരു പെയിൻ ഉണ്ടാവും. പിന്നെ പറയാൻ പറ്റാത്ത രീതിയിലുള്ള പേഴ്സണൽ ഭാഗങ്ങളിലൊക്കെ ഭയങ്കര പെയിനാണ്, വർഷങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുവാണ്. അപ്പോൾ നമ്മുടെ യോഗ ക്ലാസ്സിന് വന്ന് 2-3 മാസമൊക്കെ ആയപ്പോൾ ആൾ തന്നെ പറയുവാണ്, ടോയ്ലറ്റിൽ പോയപ്പോഴാണ് അറിയുന്നത് പീരീഡ്സ് ആയെന്ന്, ഒരു പെയിനും ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഗിഫ്റ്റൊക്കെ അയച്ചു തന്നു. ന്യൂ ഇയർ ആയിരുന്നപ്പോൾ എനിക്ക് ഗിഫ്റ്റൊക്കെ അയച്ചു തന്നു. ഭയങ്കര സന്തോഷമായിട്ട് ഗിഫ്റ്റൊക്കെ അയച്ചു തന്നു. അപ്പോൾ എത്രയോ മെഡിസിൻ കഴിച്ചു, മരുന്നുകൾ കഴിച്ചിട്ട് പോലും മാറാത്ത കാര്യമാണ് എന്ത് ചെയ്തത്, ആൾ മാറിയത്. പിന്നെ ഭയങ്കര സന്തോഷമായി. കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം മാറ്റി കൊടുക്കാൻ പറ്റിയല്ലോ. അപ്പോൾ എന്നോട് പറയുന്ന അനുഭവിച്ചിട്ടുള്ളവർക്ക് മാത്രമേ അറിയാവൂ മാഡം ആ ഒരു വേദനയെന്ന്. എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, എനിക്ക് അനുഭവിച്ചിട്ടുള്ള യോഗ 1 മണിക്കൂർ ചെയ്യുന്ന കാര്യമുള്ളൂ, പക്ഷെ അതിൻ്റെ അപ്പുറമാണ് ആ പെയിൻ. വർഷങ്ങൾ കൊണ്ട് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയാൻ പറ്റൂ ആ വേദനയെന്ന് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ഷെയർ ചെയ്യുവാണ്. ഓക്കെ, ഞാനും പഠിക്കുന്ന സമയത്തൊക്കെ നല്ല പെയിനുള്ള ആളായിരുന്നു. ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റില്ല 2 ദിവസം. ഞാൻ യോഗ ചെയ്തപ്പോൾ എനിക്ക് നോ പെയിൻ. ഞാൻ പീരീഡ് സമയത്ത് യോഗ പഠിപ്പിക്കും. അതായത് ഞാൻ തന്നെയാണ് ബാക്കിയുള്ളവർക്ക് തെളിവ്. എൻ്റെ സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് ചോദിക്കും മാഡത്തിൻ്റെ പീരീഡ്സ് എന്നാണ്. കാരണം ഞാൻ ഇങ്ങനെയൊന്നും പഠിപ്പിക്കുമ്പോൾ അവർക്കറിയില്ല. എല്ലാ ആൾക്കാരും മെസ്സേജ് ഇടും ഞാൻ ഇതിൻ്റെ 1 ആഴ്ച കഴിഞ്ഞിട്ടുള്ള റെസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ യോഗ പഠിപ്പിക്കുന്ന ആളെ റെസ്റ്റ് ഒന്നും പറയാറില്ല. അപ്പോൾ എല്ലാവരും ചോദിക്കും. പിന്നെ ഇടയ്ക്ക് ബ്രേക്ക് വരുന്ന കുഞ്ഞിന് വയ്യാതാകുമ്പോൾ 1-2 വയസ്സൊക്കെ ആവാറായ കുഞ്ഞിനെ അറിയില്ല, അവർക്ക് വയ്യാതായി അവർ ഭയങ്കര കരച്ചിലായിരിക്കും. അവർക്ക് അമ്മ തന്നെ വേണം ആ സമയത്ത്, നമ്മൾ കൊടുക്കേണ്ട സ്നേഹം കൊടുക്കണം. അങ്ങനെയൊക്കെ മാത്രമേ ബ്രേക്ക് എടുക്കാറുള്ളൂ. അല്ലാതെ മാക്സിമം എല്ലാ ദിവസവും ക്ലാസ് എടുക്കാറുണ്ട്, ലൈവ് വരാറുണ്ട്. വന്നില്ലെങ്കിൽ എനിക്ക് വിഷമമാണ് അന്നത്തെ ദിവസം. എനിക്ക് ഒരു ദിവസം ക്ലാസ്സിന് ആണെങ്കിൽ എനിക്കാണ് വിഷമം. ഓക്കെ, ബാക്കിയുള്ളവർക്ക് പറയും സാരമില്ല, കുഞ്ഞിനെ നോക്കി അവർ സാരമില്ല എന്ന് പറഞ്ഞ് നമ്മളെ സമാധാനിപ്പിക്കും എൻ്റെ സ്റ്റുഡൻസ്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്, വരാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമമാണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ പഠിപ്പിക്കുന്നത്. മറ്റുള്ളവർക്ക് ആരോഗ്യം കൊടുക്കാൻ പറ്റുന്നത് ഈ ലോകത്തെ ഏറ്റവും വലിയൊരു പുണ്യം, ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇതിലൂടെ. ഓക്കെ, ഒരു കെമിക്കലും ഇല്ലല്ലോ അല്ലേ. നമ്മൾ 1 മണിക്കൂർ നമുക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നു, ഒരു മരുന്ന് കഴിക്കേണ്ട, ഒന്നും ചെയ്യണ്ട. നമുക്ക് മനസ്സ് വേണം, വന്നിരുന്ന് ചെയ്യേണ്ട ഒരു മനസ്സ് വേണം. എന്നാൽ ഉറപ്പായിട്ട് 100% റിസൾട്ട് അല്ല, 1000% റിസൾട്ട് പറയുന്നത് എന്തുകൊണ്ടാണ്? അത്രയ്ക്ക് ഒരുപാട് ആൾക്കാരുടെ അനുഭവം കണ്ടും കേട്ടും ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ആ ഒരു കോൺഫിഡൻറ്റിൽ ഇപ്പോൾ എനിക്ക് ഒരാളുടെ കണ്ണിൽ നോക്കി പറയാൻ പറ്റും, നിങ്ങൾ വരൂ നിങ്ങൾക്ക് ഞാൻ മാറ്റിത്തരാമെന്ന്. ആ ഒരു കോൺഫിഡൻറ്റ് എനിക്ക് വർദ്ധിച്ചു ഓരോ ആൾക്കാരുടെ മാറ്റങ്ങൾ കണ്ട്. അത് നമ്മുടെ ഒരു സന്തോഷമാണ്. ഇപ്പം തന്നെ 3-4 പേരൊക്കെ വന്നിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് റെക്കോർഡ് ചെയ്താൽ മതിയെന്ന്. അപ്പോൾ എന്നെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നതായിരിക്കും പാവം. ഓക്കെ, അപ്പോൾ അവർ തന്നെ അവർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് പോലും നമുക്ക് അവർ ഫ്രീ ക്ലാസ്സിന് എന്താണ്, ചിലപ്പോൾ എന്നെ കാണാൻ എൻ്റെ ക്ലാസ്സിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്നവരാണ്. ചില ആൾക്കാർ റെക്കോർഡ് ചെയ്തായിരിക്കും, എന്നാലും വരും എന്നെ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതൊക്കെ നമ്മുടെ ഒരു സന്തോഷമാണ് അല്ലേ. നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുന്ന വലിയൊരു സന്തോഷമായിട്ട് ഞാൻ കാണുവാണ്. ഓക്കെ, അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന എഴുന്നേറ്റ് നിൽക്കുക എല്ലാവരും. കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് വർക്കൗട്ട് ചെയ്യും, കുറച്ച് ലൂസണിങ് എക്സസൈസും വർക്കൗട്ടൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നിന്നിട്ടുള്ള പോസ്റ്റേഴ്സ് ഒക്കെ പറഞ്ഞു തരാം. ഓക്കെ, 2 കാലം ഓപ്പൺ ചെയ്ത് വെച്ചോ. ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. 1 2 3 4 5 6. ഓപ്പോസിറ്റ് 1 2 3 4 5 6. കൈയൊക്കെ ഒന്ന് വീശി കൊടുത്ത് 2 കൈ സ്ട്രൈറ്റ് ആക്കുക. 1 2 3 4 5 6. കൈയൊക്കെ ഒന്ന് വീശി കൊടുക്കാം. മുന്നിലോട്ട് നീന്തുന്ന പോലെ ചെയ്ത 1 2 3 4 5 6. ഓപ്പോസിറ്റ് 1 2 3 4 5 6.
കൈയൊക്കെ ഒന്ന് വീശി കൊടുത്ത്. രണ്ട് കൈ മുന്നിലോട്ടുണ്ടല്ലോ. 1 2 3 4 നമ്മൾ പുറകിലടിക്കുക. 4 1 2 3 4 ചെയ്താലും നന്നായിട്ട്. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. റിലാക്സ് ആയിട്ട് നിൽക്കുക. രണ്ട് കാലം ഓപ്പൺ ചെയ്യുക. രണ്ട് കൈ മലർത്തിയ തല പുറയിലേക്ക് വെച്ച് കണ്ണടച്ചിരുന്ന് നിങ്ങളുടെ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നത് പുറത്തേക്ക് വിടുന്നത് ശ്രദ്ധിക്കുക. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കാം. സാവധാനം പുറത്തേക്ക് വിടാം. സാവധാനം തിരിച്ചു വരാം. രണ്ട് കൈ ഇടുപ്പിലോട്ട് വെച്ച് വലത്തോട്ടാക്കുക, ഇടത്തോട്ടാക്കുക, പുറകിലേക്കാക്കാം, മുന്നിലോട്ടാക്കാം. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. റിലീസ് ചെയ്യാം. രണ്ട് കൈ ഷോൾഡർ ലെവൽ വെച്ച് ഇങ്ങനെ നമ്മുടെ രണ്ട് സൈഡിലെ അരക്കെട്ടിൽ ഇങ്ങനെ ഷേപ്പായിട്ട് വരുന്ന എക്സസൈസ് ആണ്. രണ്ട് കൈ ഇങ്ങനെ വയ്ക്കുക. 1 സെൻറ്റർ 2 സെൻറ്റർ 1 സെൻറ്റർ 2. സ്പീഡ് കുറച്ച് ചെയ്യാട്ടോ, ഉളുക്കും. 1 സെൻറ്റർ സെൻറ്റർ വന്നേ, സെൻറ്റർ വന്നേ. ഇവിടെ നിർത്തിയിട്ടേ പോവാ, ഉളുക്കും. 2 1 സെൻറ്റർ 2 സെൻറ്റർ 1 സെൻറ്റർ 2 സെൻറ്റർ. റിലീസ് ചെയ്യാം. രണ്ട് കൈ ഇങ്ങനെ ഷോൾഡർ ലെവലൊന്ന് വെച്ചോ. വലത് കാല് ഫ്രണ്ടിലോട്ടാക്കി കൊടുക്കാം. 1 2 3 4 5 6. ഓപ്പോസിറ്റ് 1 2 3 4 5 6. റിലാക്സ് ആയിട്ട് നിൽക്കുക. കണ്ണടച്ചിരുന്നു. സാവധാനം തിരിച്ചു വരാം. എല്ലാവരും ഓക്കെ ആണോ? സാവധാനം തിരിച്ചു വരാം. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്ന കൈ വീശി നടക്കാം. 1 2 3 4 5 6 7 8 9 10. സ്പീഡ് കൂട്ടിയ. 1 2 3 4 5 6. ഗുഡ്. ഓടിയ 1 2 3 4 5 6 7 8 9 10. ഗുഡ്. റിലാക്സ് ആയിട്ട് നിൽക്കുക. രണ്ട് കാലം ഓപ്പൺ ചെയ്യുക. രണ്ട് കൈ മലർത്തിയ കണ്ണടച്ച് റിലാക്സ് ആയിട്ട് നിൽക്കുക. ഓക്കെ, ചെറിയൊരു വാമപ്പ് ചെയ്യാം. രണ്ട് കൈ മുകളിലേക്ക് ഉയർത്തി. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യുക. റിലാക്സ് ആയിട്ട് നിൽക്കുക. കുറച്ചായിട്ട് ചെയ്യുക കേട്ടോ. ഓവറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പെയിൻ ആയിരിക്കും. നമ്മൾ ഒരാഴ്ച വരെ ഒന്ന് നിർത്തി ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ബാച്ച് ക്ലാസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മളുടെയൊക്കെ അബദ്ധം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ചെയ്യുന്ന അബദ്ധം, ഇന്ന് നമ്മൾ യോഗ ചെയ്യണം, നാളെ വണ്ണവും വയറും ഒക്കെ കുറയണം. ഇതാണ് നമ്മളെല്ലാവരും ആഗ്രഹം അല്ലേ? അതാണ് നമുക്ക് കിട്ടുന്ന പണി എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് നമുക്ക് യോഗ ചെയ്യണം, വർക്കൗട്ട് ചെയ്യണം തോന്നുമ്പോൾ എന്ത് ചെയ്യും? അന്ന് 2 മണിക്കൂർ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്യും. പിറ്റേ ദിവസം കട്ടിലിൽ നിന്ന് എണീക്കാൻ പറ്റൂല അല്ലേ? അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യവും വച്ച് നിർത്തുന്നത്. പയ്യെ തിന്ന പനയും തിന്നാന്ന് പറയുന്ന പോലെ നിർത്തി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് നമ്മുടെ ബോഡി ഒന്ന് ഓക്കെ ആയി കഴിഞ്ഞാൽ നമുക്കൊരു എനർജി ഉണ്ടാവും. ആ ഒരു എനർജി വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത ആഴ്ച തൊട്ട് കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റും.
നമ്മളെന്ന് പറയുന്നത് എന്ത് ചെയ്യും? നാളെ തന്നെ കുറയ്ക്കണമെന്ന് പറഞ്ഞ് ഇന്ന് ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്യും. ആരെങ്കിലും ഒന്ന് കളിയാക്കുവാണെങ്കിൽ അതിന്റെ വിഷമത്തിൽ ദേഷ്യത്തിൽ ഭയങ്കര വർക്കൗട്ട്, പിറ്റേ ദിവസം ദാ അടക്കണം കട്ടില്ല അല്ലേ, പിന്നെ എണീക്കാനും വയ്യ, ഒന്നും വയ്യ. അതാണ് സംഭവിക്കുന്നത് ശരിക്കും. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക? ക്ഷമയോടെ ഇരിക്കുക, കുറച്ച് ദിവസം ക്ഷമയോടെ ഇരിക്കുക, ഇരുന്ന് നിർത്തി ചെയ്ത് ബോഡി ഓക്കെ ആക്കി എടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത് യോഗ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. രണ്ട് കാലം ചേർത്ത് വയ്ക്കുക, രണ്ട് കൈ ചേർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി സ്ലോ ആയിട്ട് ചെയ്യാട്ടെ. ഇത് യോഗയാണ്, നേരത്തെ ചെയ്ത വർക്കൗട്ടാണ്. ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈ മുകളിലേക്ക് ഉയർത്താം, ലോക്ക് ചെയ്ത് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് മുകളിലോട്ട് നിങ്ങളുടെ ബോഡിയുടെ ഫുൾ വെയിറ്റ് കയ്യിലൂടെ നന്നായിട്ട് മുകളിലോട്ട് വലിച്ചു പിടിക്കും. പിടിച്ചോ? സാവധാനം കാലിൻ്റെ ഒപ്പുറ്റിയും കൂടെ ഉയർത്തി കൊടുക്കുക. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. സാവധാനം കാല് താഴെ വെച്ച് ശ്വാസം എടുത്തു വരാം. ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യാം. കൈകൂടെ ചെയ്യാം. ശ്വാസം എടുത്ത് കൈ ഉയർത്താം, ലോക്ക് ചെയ്തേ മാക്സിമം നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് മുകളിലോട്ട് വലിച്ചു പിടിക്കുക. സാവധാനം കാലിൻ്റെ ഒപ്പുറ്റിയും കൂടെ ഉയർത്തി കൊടുത്തേ. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6 7 8 9 10. സാവധാനം കാല് താഴെ വയ്ക്കുക. ശ്വാസം എടുത്ത് വരാം. ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരാം. രണ്ട് കാലം ഓപ്പൺ ചെയ്യുക, രണ്ട് കൈ മലർത്തി കണ്ണടച്ച് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ചെയ്ത പോസ്റ്ററിൻ്റെ പേര് താടാസന എന്നാണ് പറയുന്നത്. ഇയർ ബാലൻസിൻ്റെ ബുദ്ധിമുട്ട് കണ്ണടച്ച് ചെയ്യുന്നോളൂ. ഇതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞു തരാം. കണ്ണടച്ച് നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധിച്ച് നിൽക്കുക. ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് ഇയർ ബാലൻസിൻ്റെ ബുദ്ധിമുട്ടുള്ളവർക്ക് മാറാൻ വേണ്ടി സഹായിക്കും. കുട്ടികൾക്ക് നല്ലതാണ്, ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യും. അതുപോലെ പൊക്കം ഇല്ലാത്ത കുട്ടികൾക്ക് പൊക്കം വയ്ക്കാൻ വേണ്ടി കൊടുക്കുന്ന പോസ്റ്ററാണ് താടാസന. നമ്മുടെ തല മുതൽ പാദം വരെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുന്നതുകൊണ്ട് ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കും. രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. കേൾവിശക്തി, കാഴ്ചശക്തിയൊക്കെ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നുമെങ്കിൽ ഒരുപാട് ഗുണങ്ങളുള്ള പോസ്റ്ററാണ്. നമ്മൾ റെഗുലറായിട്ട് ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാകും. ഏറ്റവും പ്രധാനം ഇയർ ബാലൻസ്, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന തലകറക്കം ബുദ്ധിമുട്ടൊക്കെ മാറാൻ വേണ്ടിയിട്ട് സഹായിക്കും. നമ്മുടെ ലെൻസിന്റെ കപ്പാസിറ്റി കൂട്ടുന്നതിനൊക്കെ സഹായിക്കുന്നുണ്ട്. കോൺസെൻട്രേഷൻ വർദ്ധിക്കും. നമ്മൾ സ്ട്രെച്ച് ചെയ്ത് നിൽക്കുന്ന അനുസരിച്ച് ഒരു പോയിന്റിലേക്ക് നോക്കി എത്ര സമയം നിൽക്കാൻ പറ്റും അത്രയും സമയം നിൽക്കുന്നവരെ നമ്മുടെ കോൺസെൻട്രേഷൻ ലെവൽ വർദ്ധിക്കും. ഒരുപാട് ഗുണങ്ങളുണ്ട്. കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നും, പക്ഷേ ഒരുപാട് ഗുണങ്ങളുണ്ട്. അടുത്തത് ചെയ്യാം. രണ്ട് കാല് ചേർത്ത് വയ്ക്കാം, രണ്ട് കൈ ചേർത്ത് വയ്ക്കാം. അർത്ഥവടി ചക്രാസനമാണ് ചെയ്യാൻ പോകുന്നത്. ശ്വാസം എടുത്തോണ്ട് വലത് കൈ ഉയർത്തുക, ചെവിയോട് ചേർത്ത് വെച്ച് ഒന്ന് ലിഫ്റ്റ് ചെയ്യുക. ഓപ്പോസിറ്റ് സൈഡിലോട്ട് സ്ട്രെച്ച് ചെയ്ത് നിന്ന് ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. ശ്വാസം എടുത്ത് വരാം. ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരാം. ഓപ്പോസിറ്റ് ചെയ്തേ. ഇടത് കൈ ശ്വാസം എടുത്ത് വരുത്താൻ ചെവിയോട് ചേർത്ത് വെച്ച് ഒന്ന് ലിഫ്റ്റ് ചെയ്യുക. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് സ്ട്രെച്ച് ചെയ്ത് നിൽക്കുക. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. ശ്വാസം എടുത്ത് വരാം. ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരാം. റിലാക്സ് ആയിട്ട് നിന്ന് രണ്ട് കാലം ഓപ്പൺ ചെയ്യാം. രണ്ട് കൈ മലർത്തി കണ്ണടച്ച് ചെയ്യുന്നത്. നിങ്ങളുടെ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും ശ്രദ്ധിക്കുക. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കാം, സാവധാനം പുറത്തേക്ക് വിടാം. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കാം, സാവധാനം പുറത്തേക്ക് വിടാം. എന്തു പറ്റി? ഒരാൾ ചെയ്യുന്നില്ല. എന്തു പറ്റി? ടയേർഡായോ ജിഷ? എന്തു പറ്റി? വയ്യാണ്ടൊന്നുമില്ലല്ലോ അല്ലേ? ആ ശരി ശരി, ഓക്കെ ഓക്കെ. കിടന്നോളൂ ഒന്ന് റിലാക്സ് ആയിട്ട് കിടന്നോളൂ. ഓക്കെ, റിലാക്സ് ആയിട്ട് കിടന്നോളൂ. രണ്ട് കാലം ഓപ്പൺ ചെയ്ത് രണ്ട് കൈ രണ്ട് സൈഡിലോട്ട് വെച്ച് ഫ്രീ ആയിട്ടൊന്ന് കിടന്ന് ബ്രീത്തിൽ ശ്രദ്ധിച്ച് കിടന്നോളൂ. ഓക്കെ, അടുത്തത് ചെയ്യാം. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പാദഹസ്താസനമാണ് ചെയ്യാൻ പോകുന്നത്. രണ്ട് കാല് ചേർത്ത് വയ്ക്കുക, രണ്ട് കൈ ചേർത്ത് വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈ മുകളിലേക്ക് ഉയർത്തി നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യാം. ശ്വാസം പുറത്തേക്ക് വിട്ട് മുന്നിലോട്ട് വന്ന് കാലിന് രണ്ട് സൈഡിലോട്ട് കൈ വയ്ക്കുക. ഡിസ്ക് കംപ്ലൈൻറ്റ്, നട്ടല് തേയ്മാനമൊക്കെ ഉള്ളവർ കാലിൻ്റെ മുട്ടിൽ വെച്ച് കൈ. ഡിസ്ക് കംപ്ലൈൻറ്റ്, നട്ടല് തേയ്മാനം, നടുവിന് എന്തെങ്കിലും പ്രശ്നമുള്ളവർ എന്ത് ചെയ്യുക? കാലിൻ്റെ മുട്ടിൽ കൈ വയ്ക്കുക. വേറെ ആരോഗ്യ പ്രശ്നമൊന്നും ഇല്ലാത്തവർ താഴെ വയ്ക്കുക. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. ശ്വാസം എടുത്ത് കൈ ഉയർത്തും. ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരും. ഇനി ഇതിന്റെ കൗണ്ടർ പോസ്റ്ററാണ് ചെയ്യുന്നത്. നമ്മൾ മുന്നിലോട്ട് കുനിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ നട്ടല് മുന്നിലേക്ക് വളഞ്ഞു. ഇനി എന്ത് ചെയ്യണം? നമ്മുടെ നടുവിനെ എന്ത് ചെയ്യണം? കറക്റ്റ് പൂർവ്വസ്ഥിതിയിലോട്ട് എത്തിക്കണം. ഡിസ്ക് കംപ്ലൈൻറ്റ്, നട്ടല് തേയ്മാനം ഉള്ളവർ, നടുവേദന ഉള്ളവർ എല്ലാവരും ചെയ്യണം. നടുവേദന മാറുന്ന പോസ്റ്ററാണ്. രണ്ട് കൈ പുറകിൽ സപ്പോർട്ട്.
സപ്പോർട്ട് ചെയ്തോ. ശ്വാസം എടുത്തുകൊണ്ട് പുറകിലേക്ക് വാങ്ങി അങ്ങനെ തന്നെ നിൽക്കുക. ഹോൾഡ് ചെയ്ത് നിന്നേ. 1 2 3 4 5 6. സാധാരണ ശ്വാസം എടുത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് മുന്നിലോട്ട് വരാം. ഒരുപാട് കുനിയരുത്. ഒന്ന് ജസ്റ്റ് ഒന്ന് മുന്നിലോട്ട് വന്നിട്ട് റിലീസ് ചെയ്യാം. മനസ്സിലായല്ലോ? ഞാൻ ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് 1 2 3 കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റത് പെട്ടെന്ന്. എന്നെ നോക്കണ്ട, നിങ്ങൾ ചെയ്തോളൂ. ഒരിക്കൽ കൂടെ ചെയ്തേ. 2 കൈ നടുവിൻ്റെ ഇവിടെ വയ്ക്കുക, സെൻറ്ററിൽ. ശ്വാസം എടുത്തുകൊണ്ട് പുറകിലോട്ട് നന്നായിട്ട് വളഞ്ഞ് മാക്സിമം വളഞ്ഞിരിക്കുക. 1 2 3 4 5 6 7 8 9 10. സാധാരണ റിലാക്സ് ആയിട്ട് എഴുന്നേറ്റ് വന്ന് റിലാക്സ് ആയിട്ട് വരാം. ജസ്റ്റ് ഒന്ന് മുന്നിലോട്ട് വന്നതിന് ശേഷം റിലീസ് ചെയ്യാം. ഓക്കെ, ഒന്ന് റിലാക്സ് ആയിട്ട് നിൽക്കാം. 2 കാലം ഓപ്പൺ ചെയ്യുക. 2 കൈ മലർത്തി കണ്ണടച്ച് റിലാക്സ് ആയിട്ട് ഇരിക്കുക. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടാം. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടാം. എല്ലാവരും ഇരുന്നോളൂ. എല്ലാവരും ഓക്കെ ആണോ? പുതിയ ആൾക്കാരൊക്കെ ഓക്കെ ആണോ? സ്പീഡ് കൂടി പോകണുണ്ടോ? പഠിപ്പിക്കുന്ന കൂടി പോകുന്നുണ്ടോ? ഇല്ല, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്, കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇനി കിടന്നോളൂ. പുറകിലേക്ക് ഒന്ന് കിടന്നു റിലാക്സ് ആയിട്ട് കിടക്കും. 2 കാലം ഓപ്പൺ ചെയ്യുക. 2 കൈ 2 സൈഡിലോട്ട് വെച്ച് കണ്ണടച്ച് കിടന്ന എല്ലാവരും നിങ്ങളുടെ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നത് പുറത്തേക്ക് വിടുന്നത് ശ്രദ്ധിക്കുക. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടാം. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടാം. കണ്ണടച്ച് കിടക്കുക. സാവധാനം തിരിച്ചു വരാം. 2 കാല് ചേർത്ത് വയ്ക്കുക. 2 കൈ ചേർത്ത് വയ്ക്കുക. 2 കൈ തലയുടെ മുകളിലേക്ക് ഉയർത്തി ലോക്ക് സ്ട്രെച്ച് ചെയ്ത് ബോഡി നന്നായിട്ട് മുകളിലോട്ട് വലിച്ചു പിടിക്കുക. കാല് താഴോട്ട് പോയിന്റ് ചെയ്യുക. ഗുഡ് സ്റ്റേ. 1 2 3 4 5 6. ശ്വാസം പുറത്തേക്ക് വിട്ട് റിലീസ് ചെയ്യുക. 2 കാലം മടക്കി കുത്തി വെച്ച് അരക്കെട്ട് ഉയർത്തുക. 2 കാല് സ്ട്രെയിറ്റ് ആക്കി ഇടാം. ശ്വാസം എടുത്തുകൊണ്ട് വലത് കാലം ഉയർത്തുക. ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരാം. ശ്വാസം എടുത്ത് ഇടത് കാലം ഉയർത്താം. ശ്വാസം പുറത്തേക്ക് വിട്ട് തിരിച്ചു വരാം. ഓരോ കാലം ഇത് ഉയർത്തി താഴ്ത്തുകയും ചെയ്ത് 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. റിലാക്സ് ആയിട്ട് കിടക്കുക. 2 കാലം ഓപ്പൺ ചെയ്യുക. 2 കൈ 2 സൈഡിലോട്ട് വെച്ച് ഫ്രീ ആയിട്ട് കിടന്ന് ബോഡിയുടെ ഒരു ഭാഗം പിടിച്ചു വയ്ക്കരുത്. റിലാക്സ് ആയിട്ട് കിടന്ന് സാവധാനം തിരിച്ചു വരാം. 2 കാലം മടക്കി കുത്തി വയ്ക്കുക. വട്ടക്കിളിയിലോട്ട് കൈ കയറ്റി വെച്ച് 2 കാലം മുകളിലേക്ക് ഉയർത്തി സൈക്ലിംഗ് ചെയ്ത സൈക്കിൾ ഔട്ടൊന്നും ചെയ്ത 1 2 3 4 5 6 7 8 9 10. തിരിച്ച് ചവിട്ടിയ 1 2 3 4 5 6 7 8 9 10. ഒന്ന് റിലാക്സ് ആയിട്ട് കിടക്കുക. 2 കാലം ഓപ്പൺ ചെയ്യുക. 2 കൈ 2 സൈഡിലോട്ട് വെച്ച് കണ്ണടച്ച് കിടന്ന് നിങ്ങളുടെ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും ശ്രദ്ധിക്കുക. നന്നായിട്ട് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. സാവധാനം പുറത്തേക്ക് വിടാം. സാവധാനം 2 കാലം മടക്കി കുത്തി വയ്ക്കുക. ബട്ടക്സിനിടയിലോട്ട് കൈ കയറ്റി വെച്ച് ശ്വാസം എടുത്തുകൊണ്ട് 2 കാലം മുകളിലേക്ക് വെച്ച് സ്ട്രെയിറ്റ് ആക്കി വയ്ക്കുക. കാലിൻ്റെ മുട്ട് മടങ്ങാതിരിക്കാൻ ശ്രമിക്കുക. 1 2 3